ഹലോ ഗൈസ്, നമസ്കാരം. തമിഴ്നാട്ടില് ഒരു വലിയ വിഷമദ്യ ദുരന്തം നടന്നു. കള്ളക്കുറിഞ്ചി വിഷമദ്യ ദുരന്തം. ഇതിനോടകം 47 പേരാണ് അവിടെ മരണപ്പെട്ടത്. നിരവധി പേരാണ് ഗുരുതരാവസ്ഥയിൽ ഇപ്പോഴും ചികിത്സയിലിരിക്കുന്നത്. അപ്പൊ 47 പേരുടെ മരണത്തിൽ കലാശിച്ച ഒരു വിഷമദ്യ ദുരന്തം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അടുത്തിടയിൽ ഇത്രയും വലിയൊരു വിഷമദ്യ ദുരന്തം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാരണം അത്രയും വലിയൊരു വിഷമദ്യ ദുരന്തമാണ് നടന്നേക്കുന്നത്. കൃത്യമായിട്ട് ഗവൺമെന്റിന്റെ അനാസ്ഥ തന്നെയാണ്. കാരണം തമിഴ്നാട് പോലെയുള്ള സ്റ്റേറ്റിൽ വളരെ പരസ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള വ്യാജ മദ്യങ്ങൾ നിർമ്മിക്കുകയും അവിടെ വിൽപ്പന നടത്തുകയും ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിൽ അത്രത്തോളം ഇല്ല, എന്നാലും കേരളത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് വ്യാജമദ്യങ്ങൾ നിർമ്മിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്നുണ്ട്. ഈ തമിഴ്നാട് പോലെയുള്ള ഒരു സ്റ്റേറ്റിൽ നടക്കുന്ന അത്രയും അളവിലില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വ്യാജമദ്യം കുടിക്കുന്നത് വഴി മരണം സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് ഈ വ്യാജമദ്യം വിഷമദ്യമായിട്ട് മാറുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ലീഗൽ ആയിട്ടുള്ള ആൽക്കഹോൾ, വ്യാജനല്ലാത്ത റിയൽ ആയിട്ടുള്ള ആൽക്കഹോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതും വിൽപ്പന നടത്തുന്നതും ഒക്കെ ഗവൺമെന്റും അല്ലെങ്കിൽ ഗവൺമെന്റ് ലൈസൻസ് നൽകിയ ആളുകളുമായിരിക്കും. അപ്പൊ ആ മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് ഈഥൈൽ ആൽക്കഹോൾ ആണ്, എഥനോൾ. ഈ ഈഥൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നത് ഡ്രിങ്കബിൾ ആൽക്കഹോൾ ആണ്. ഈ ഈഥൈൽ ആൽക്കഹോൾ നമ്മുടെ ഉള്ളിൽ ചെന്നതുകൊണ്ട് നമുക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല. ലോങ് ടേമിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, പക്ഷെ ഷോർട്ട് ടേമിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല. നമുക്ക് മത്ത് പിടിക്കുകയും തലയ്ക്ക് പിടിക്കുകയും ചെയ്യുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ യാതൊരുവിധ പ്രശ്നങ്ങളും നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്നില്ല. കണ്ണടിച്ചു പോവുകയും നമ്മുടെ മരണത്തിൽ കലാശിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. കാരണം അത് ഒറിജിനൽ ആയിട്ടുള്ള സാധനമാണ്. പക്ഷേ ഈ ഗവൺമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു സാധനത്തിന് അത്യാവശ്യം നല്ല ചെലവാണ്, വിലയാണ്. പക്ഷെ വ്യാജമദ്യത്തിന് വളരെയധികം ചെലവ് കുറവാണ്. അതായത് കുറച്ച് കാശുണ്ടെങ്കിൽ നമുക്ക് വ്യാജമദ്യം വാങ്ങിച്ച് കുടിക്കാം. അതുകൊണ്ട് തന്നെ ഈ തമിഴ്നാട് പോലെയുള്ള സ്റ്റേറ്റുകളിൽ ഇത്തരത്തിലുള്ള വ്യാജമദ്യത്തിന് ആവശ്യക്കാർ കൂടുതലുമാണ്. ഒരുപാട് ആൾക്കാർ വ്യാജമദ്യങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. അപ്പം വ്യാജമദ്യം നോർമൽ ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള പ്രോസസ്സിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണെങ്കിൽ, വാറ്റിയെടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ അത് കുടിച്ചുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഈഥൈൽ ആൽക്കഹോൾ ആണ് അതിനകത്തുള്ളതെങ്കിൽ അത് കുടിച്ചുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ വൻതോതിൽ ആവശ്യക്കാർ വരുമ്പോൾ നമുക്കറിയാം, ഈ ട്രഡീഷണൽ മെത്തേഡിന് കുറച്ച് സമയമെടുക്കും. ട്രഡീഷണൽ മെത്തേഡിൽ മദ്യം വാറ്റിയെടുക്കുമ്പോൾ അതിന് കുറച്ച് സമയമെടുക്കും, അളവ് കുറവുമായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ വൻതോതിൽ ആവശ്യക്കാർ വരുമ്പോൾ ട്രഡീഷണൽ മെത്തേഡ് അല്ലാതെ ഈ മദ്യം ഉണ്ടാക്കുന്ന, വ്യാജ മദ്യം ഉണ്ടാക്കുന്ന ആൾക്കാർ ധാരാളം കെമിക്കലുകൾ മിക്സ് ചെയ്ത് മദ്യം ഉണ്ടാക്കും. അപ്പം അവിടെയാണ് പ്രശ്നം. അപ്പം കെമിക്കലുകൾ മിക്സ് ചെയ്തുണ്ടാക്കുന്ന വ്യാജമദ്യം വിഷമദ്യമായിട്ട് മാറും. അതെപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കെമിക്കലുകൾ മിക്സ് ചെയ്തുണ്ടാക്കുന്ന വ്യാജമദ്യത്തിന്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് മെഥനോൾ ആണ്. മെഥനോൾ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഉപയോഗത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ഒരു കൈൻഡ് ഓഫ് ആൽക്കഹോൾ ആണ്. മീഥൈൽ ആൽക്കഹോൾ എന്ന് പറയും. അപ്പൊ ഈ മെഥനോൾ എന്ന് പറയുന്നത് നമുക്ക് ഉള്ളിൽ കൺസ്യൂം ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. അപ്പൊ ഇൻഡസ്ട്രിയൽ യൂസ് എന്ന് പറയുന്നത് ധാരാളം സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്, ലാബുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല ഡിറ്റർജന്റ് പ്രൊഡക്ഷന്, നമ്മുടെ ഡൈസ്, പെയിന്റ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനകത്ത് ഈ മെഥനോൾ ഉപയോഗിക്കാറുണ്ട്. അതും വളരെ മൈന്യൂട്ട് ക്വാണ്ടിറ്റിയാണ് ഉപയോഗിക്കുന്നത്. നിശ്ചിതമായിട്ടുള്ള അളവിൽ മാത്രമാണ് മെഥനോൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ആ മെഥനോൾ നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാലോ, അപ്പം മിക്ക സമയത്തും വ്യാജമദ്യം ഈ രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ എപ്പോഴും വിഷമദ്യ ദുരന്തത്തിലേക്ക് കലാശിക്കാറില്ല. അതിന് കാരണം ഈ ഉണ്ടാക്കുന്ന ആൾക്കാരും കറക്റ്റ് അളവൊക്കെ നോക്കി, റേഷ്യോ ഒക്കെ നോക്കിയായിരിക്കും ഉണ്ടാക്കുന്നത്. പക്ഷെ ചില സമയത്ത് എന്ത് ചെയ്യും, ഈ റേഷ്യോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറ്റിപ്പോകുന്നത് മൂലമാണ് ഇത്തരത്തിൽ എന്ത് സംഭവിക്കുന്നത്, വിഷമദ്യ ദുരന്തം ഉണ്ടാകുന്നത്. അപ്പൊ ഈ മെഥനോളിന്റെ കണ്ടന്റ് ഒരു 30 ml കൂടുതലായി കഴിഞ്ഞാൽ ആൾക്കാർ തട്ടിപ്പോവും. അഡൽട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ശരീരത്തിലേക്ക് 30 ml കൂടുതൽ മെഥനോൾ ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാർ തട്ടിപ്പോവും. മാത്രമല്ല 10 ml കൂടുതലാണ് മെഥനോളിന്റെ കണ്ടന്റ് എങ്കിൽ കണ്ണുവരെ അടിച്ചു പോകും. അപ്പൊ അത്രയ്ക്കും ഗുരുതരമായിട്ടുള്ളൊരു സബ്സ്റ്റൻസ് ആണ് ഈ മെഥനോൾ എന്ന് പറയുന്നത്. പിന്നെ മെഥനോൾ മാത്രമല്ല, നിരവധിയായിട്ടുള്ള കെമിക്കലുകൾ ഉപയോഗിക്കാറുണ്ട്. ഈവൻ നമ്മുടെ നെയിൽ പോളിഷ് റിമൂവർ ഇല്ലേ, ആ സാധനം വരെ ഈ വ്യാജമദ്യത്തിൽ ഇവർ മിക്സ് ചെയ്യും. അപ്പൊ ഇതെല്ലാം കൂടി ചേർന്ന് കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കുമ്പോൾ അത് കൂടുതൽ വലിയൊരു എക്സ്ട്രീം ലെവലിലുള്ള ഒരു പോയിസൺ ആയിട്ട് മാറുകയും ഇത് കൺസ്യൂം ചെയ്യുന്നത് വഴി എന്ത് സംഭവിക്കും, മരണം സംഭവിക്കുകയും ചെയ്യും. അപ്പൊ അതാണ് ഇപ്പൊ തമിഴ്നാട്ടിൽ നടന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള വ്യാജമദ്യങ്ങൾ വിൽപ്പന നടത്തുന്നിടത്തുനിന്ന് പോയി വാങ്ങിച്ചു കുടിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് പൈസ കുറവായിരിക്കും, പക്ഷെ നമ്മുടെ ജീവന്റെ കാര്യത്തിൽ യാതൊരുവിധ ഗ്യാരണ്ടിയും ഉണ്ടാകത്തില്ല. അപ്പൊ ഇച്ചിരി പൈസയാണെങ്കിലും മദ്യം കുടിക്കുന്നതിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യുമൊന്നും അല്ല. പക്ഷേ ഇച്ചിരി പൈസയാണെങ്കിലും ഗവൺമെന്റ് ലൈസൻസ് ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് ഒറിജിനൽ ആയിട്ടുള്ള സാധനം വാങ്ങിച്ച് കുടിക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും കിഡ്നിയും ഹാർട്ടും ഒക്കെ അടിച്ചു പോകും, പക്ഷെ ഇച്ചിരി നാളും കൂടെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഇങ്ങനത്തെ വ്യാജമദ്യങ്ങൾ നിർമ്മിക്കുന്നതിനെയും അതിന്റെ വിൽപ്പനയും ഒന്നും ആരും പ്രോത്സാഹിപ്പിക്കാതെ ഇരിക്കുക. കാരണം വ്യാജമദ്യം എന്ന് പറയുന്നത് കൺസ്യൂം ചെയ്യുന്നത് പോയിസണസ് ആണ്. അതിനകത്ത് പല കെമിക്കൽ സബ്സ്റ്റൻസും ഉണ്ടാകും. അത് എന്തൊക്കെയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് വാങ്ങിച്ച് കുടിച്ച് നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോയി, ഗവൺമെന്റിന് പോലും അതിനകത്തൊന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല.